വചനങ്ങളിലേക്ക് വന്നാൽ മനസ്സ്, ശരീരം എന്നീ രണ്ട് ഉദ്ദേശത്തിൽ നഫ്സ് പ്രയോഗിച്ചിരിക്കുന്നു. അതിന് മനസ്സിൻ്റെ സ്വാധീനമുള്ള ശരീരം, മനഃശരീരം, നഫ്സുൽ ജസദ് എന്ന ഉദ്ദേശമാണുള്ളതെന്ന് അതിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു. ഈ ആദ്യ മനഃശാസ്ത്ര വചനം ആകുന്ന ഈ വചനത്തിൻ്റെ 7 തലങ്ങൾ, അഥവാ ഈ വചനം ഒരാൾ ഉച്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വചനം ആദം അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അവരുടെ മനസ്സ് ഏതിലൂടെയെല്ലാം പോയി, അത് നമ്മുടെ ബേസിക് സ്ക്രിപ്റ്റാണ്. കാരണം അതേ പിന്നെ അവസാനം വരെ പോവുള്ളൂ. ജിനോം സയൻസ് പ്രകാരം, അല്ലെങ്കിൽ ജനറ്റിക് സൈക്കോളജി പ്രകാരവും ആന്ത്രപ്പോളജി പ്രകാരവും ഒക്കെ ഇതിനെ വിവിധ രൂപേണ പഠിച്ചാൽ ആദി മനുഷ്യന്റെ തുടർച്ച അവസാനം വരെ ഉണ്ടാകുന്നു. അപ്പോ ആദം അലൈഹിസ്സലാം ഈ പ്രാർത്ഥന നിർവഹിച്ചപ്പോൾ മനസ്സുകളിലേക്ക് പോയോ, ആ ഘട്ടങ്ങളിലൂടെയൊക്കെ മക്കളുടെ മനസ്സും, അഥവാ നമ്മുടെ മനുഷ്യരുടെ മനസ്സും പോകും. അത് അവർ പോകണ്ട എന്ന് കരുതിയിട്ട് കാര്യമില്ല, അത് പോയേ പറ്റൂ. ചിലർ അത് സൈദ്ധാന്തികമായും മറ്റും തിരിച്ചറിയും, ചിലർ അത് അറിയുന്നില്ല, പക്ഷെ എന്നാലും അവരുടെ മനസ്സങ്ങനെ പോയിരിക്കും. ചിലർ അതിന് തനി ഇസ്ലാമികമായ രൂപത്തിൽ മനസ്സിലാക്കിയേക്കും, മറ്റു ചിലർ ഇസ്ലാമികം എന്ന് പറയാവുന്ന തരത്തിലല്ല, പക്ഷേ അതിനോട് സമാനമായ മറ്റേതെങ്കിലും അനുഭവങ്ങളിലൂടെ അത് ഉൾക്കൊള്ളും. അപ്പോൾ ഈ വചനം നമ്മെ കൊണ്ടുപോകുന്ന മാനസിക, ഇതാണ് സ്കൂൾ ഓഫ് 7 മൈൻഡ്സ് ഇൻ ഇസ്ലാമിക് സൈക്കോളജി എന്ന പഠനത്തിന്റെ അടിസ്ഥാനം. ഇതിൽ ഒന്നാമത്തെ മനസ്സ് ഈ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കുന്ന, മനുഷ്യന് പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലാത്തപ്പോഴോ റബ്ബന എന്ന് വിളിപ്പിക്കുന്ന, അത് വിളിക്കാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ്, അതാണ് നഫ്സുൽ ഫിത്ര. അൽ ഫിത്ര എന്ന എല്ലാ മനുഷ്യരുടെയും ആദ്യ മാനസിക സ്ഥിതി അതാണ്. അതേക്കുറിച്ചാണ് നാം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങളിൽ ഒന്ന്, ചെറിയൊരു പുസ്തകം, ആദി മനസ്സിന്റെ സ്നേഹരഹസ്യങ്ങൾ. അതാണ് കഴിഞ്ഞ വർഷം നാം പറയാൻ ശ്രമിച്ചത്. പിന്നെ ഈ മനസ്സ് അതിൻ്റെ രണ്ടാമത് ഘട്ടത്തിലേക്ക് വളരുന്നു, അഥവാ റബ്ബന എന്ന് വിളിക്കുന്ന മനസ്സ്. അല്ലാഹുവേ എന്നതിന് പകരം സ്നേഹം നൽകുന്ന, പരിപാലനം നൽകുന്നവനെ എന്നാണ് വിളിക്കുന്നത്. അല്ലാഹു എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സ് എവിടെ നിൽക്കണം എന്നുള്ളത് അവന്റെ ദാത്ത്, സിഫാത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ നല്ല അവഗാഹമുള്ള ചിലർക്കേ സാധ്യമാകൂ. അതേസമയം അള്ളാഹുവിന്റെ പരിപാലനത്തെ എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് റബ്ബ്, അഥവാ റുബൂബിയത്ത്. അതിനാൽ ഒരു വിജ്ഞാനവും ഇല്ലെങ്കിൽ തന്നെയും പരിപാലകനായവൻ, അത് ചിലപ്പോൾ അള്ളാഹു എന്ന് പേരിടാം, ഒരു പേര് വിട്ടില്ലെന്ന് വരാം, പ്രകൃതി എന്ന് വിളിക്കാം. എന്നാലും പരിപാലനത്തെ മനുഷ്യൻ ആഗ്രഹിക്കുന്നു, അത് വളരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ മനുഷ്യൻ പരിപാലനം എന്ന ആ പ്രതിഭാസത്തിലേക്ക് മനസ്സ് അടിസ്ഥാനപരമായി ബന്ധിതമായ നിലയിൽ നിൽക്കുന്നു. ഈ പരിപാലനത്തെക്കുറിച്ചുള്ള അറിവാണ്, ആഗ്രഹമാണ് മനുഷ്യന്റെ അടിസ്ഥാനം. അതാണ് നഫ്സു ത്വലബ് എന്നതുകൊണ്ട് മനസ്സിന്റെ രണ്ടാം ഘട്ടം സീക്കിംഗ് മൈൻഡ്. പരിപാലനം എന്നത് 3 ഘട്ടങ്ങളിലേക്ക് ബന്ധപ്പെടുത്തി ദർസിലെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു തരുന്നു. അഥവാ അതിന് അപൂർണതയുടെ സൃഷ്ടിപ്പിന്റെ ഘട്ടവും, പരിപാലനത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടവും, പൂർണ്ണതയുടെ അഥവാ നാശത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള താൽക്കാലിക നാശത്തിന്റെ ഘട്ടവും, ഈ